ക്രിസ്മസിനെ കുറിച്ച് ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു കഥ ഒരു നാസ്തികനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ക്രിസ്മസ് രാവിൽ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയും മക്കളുമെല്ലാം പാതിരാ കുർബാനയ്ക്ക് പോകാനൊരുങ്ങുമ്പോൾ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുന്നു: ഇതൊരു കെട്ടുകഥയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറക്കുന്നു. അവൻ മനുഷ്യരോടൊത്ത് നടക്കുന്നു. ഒരിക്കലും സാധ്യമല്ലാത്ത, ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത ആരോ മെനഞ്ഞെടുത്ത ഒരു കഥ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തയ്യാറായി അദ്ദേഹത്തെയും കുർബാനയിലേക്ക് ക്ഷണിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കൊള്ളുക. അയാൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഇന്ന് സുഖമായി കിടന്നുറങ്ങാം, ആരുടെയും ശല്യമില്ലാതെ. കഴിഞ്ഞ ദിവസങ്ങളിലെയെല്ലാം ഉറക്കക്ഷീണം അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം ഭംഗിയായി ഇന്ന് തീർക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും വിശുദ്ധ ബലിക്കായി ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ വാതിലടച്ച് സുഖനിദ്രയിലേക്ക് വഴുതി വീണു. അധിക സമയം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ പുതിയതായിട്ട് കൂടുകൂട്ടിയിരിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ ഒരു ചെറിയ കൂട് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിരന്തരം ശബ്ദം കേൾക്കുന്നത് കേട്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഈ പക്ഷിക്കൂട് താഴെ വീണിരിക്കുന്നു. അതിലുണ്ടായിരിക്കുന്ന 2 കുഞ്ഞു കിളികൾ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെയുള്ള വലിയ കിളികളും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞു കിളികളെ ഈ കൂടിനകത്തേക്ക് വയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിറകുമുളയ്ക്കാത്ത ഈ കുഞ്ഞു കിളികൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുകയും വലിയ കിളികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒത്തിരിയേറെ പറന്ന് ഭീകരമായ ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ പക്ഷിക്കുഞ്ഞുങ്ങളോട് പറയണമെന്ന് തോന്നി: അല്ലയോ പക്ഷിക്കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഈ പക്ഷിക്കൂട്ടിലേക്ക് ആക്കി നിങ്ങളെ സുരക്ഷിതനാക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകില്ലല്ലോ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വെള്ളിടി പോലെ ഈ ചിന്തകൾ കടന്നുപോയി. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറന്നത്? മനുഷ്യരുടെ ഭാഷ സംസാരിക്കാൻ. ഉന്നതങ്ങളിലിരുന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യം മനുഷ്യരോടൊത്ത് വന്ന് അവരിലൊരുവനായി, ഇമ്മാനുവേലായി, അവൻ്റെ ഭാഷ മനസ്സിലാക്കി, അവൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അവനോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും പാതിരാ കുർബാനയായി എന്നറിയിച്ചുകൊണ്ടുള്ള മണി മുഴങ്ങി. അദ്ദേഹം വിശുദ്ധ കുർബാനയിലേക്ക് ധൃതിയിൽ കടന്നു പോകുന്നത് ചിത്രീകരിച്ചു കൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കുവാനും മനുഷ്യനെ അവനെ നന്മയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനും അവനെ രക്ഷിക്കുവാനുമാണ് ദൈവം ഈ ഭൂമിയിൽ അവൻ്റെ മഹത്വം വെടിഞ്ഞ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏത് ലോകത്തിലായിരുന്നാലും, എവിടെയായിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും ക്രിസ്മസ് വളരെയേറെ സന്തോഷത്തോടുകൂടി കൊണ്ടാടുന്നത്. ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ജനന തീയതി ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ഈ ജനന തീയതി എടുക്കുന്നതിന് കാരണം അത് ആദ്യ പുരാണകാലങ്ങളിൽ പ്രകാശത്തിൻ്റെ തിരുനാളായി ആഘോഷിച്ചിരുന്ന ഒരു വലിയ ദിവസമാണ്. അതേ, ഇത് പ്രകാശത്തിൻ്റെ ആഘോഷം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ തെരുവീഥികളും നമ്മുടെ വീടുകളും അതുപോലെ തന്നെ ക്രിസ്മസ് മരങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ദീപങ്ങൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നത്. കാലാകാലങ്ങളായി ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ക്രിസ്തുമസ്.
നമ്മുടെ മാമുനിമാർ മലകളിലേക്ക് കയറി ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: അസതോമ സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതംഗമയ. ആരാണ് ഈ അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക്, ആരാണ് ഈ അന്ധകാരത്തിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക്, ആരാണ് ഈ മരണത്തിൽ നിന്ന് എന്നെ അമർത്യതയിലേക്ക് നയിക്കുന്ന ശക്തി എന്ന് എല്ലാ മതങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായിടത്തും ജനത്തിൻ്റെ അന്വേഷണമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇതാ അതിനുള്ള ഉത്തരമാണ് ക്രിസ്തുമസ്. ഇതാ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാനാണ് യഥാർത്ഥമായ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്യുന്ന യേശുനാഥൻ്റെ ജനനം കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ്. വയലാർ തൻ്റെ കവിതയിൽ ഇപ്രകാരം പറയുന്നില്ലേ: പ്രപഞ്ച സൃഷ്ടികളെ പറയൂ പ്രഭാതമകലെയാണോ, പ്രപഞ്ച സൃഷ്ടികളെ നിങ്ങൾ ഞങ്ങൾക്കുത്തരം നൽകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശത്തിനെയും പ്രഭാതത്തെയും കുറിച്ച് വളരെയേറെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നില്ലേ? ക്രിസ്മസ് നമ്മളോട് അരുളി ചെയ്യുന്നത് പ്രകാശവും പ്രഭാതവും അകലെയല്ല, അത് കാണുവാനുള്ള കണ്ണുകൾ തുറന്നാൽ മാത്രം മതി. എത്രയേറെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കഥ ഈ ക്രിസ്തുമസിനെ കുറിച്ച് നമുക്ക് കാലങ്ങൾക്ക് മുൻപേ ലഭിച്ചിട്ടുണ്ട്. അത്യുന്നതനായ ദൈവം മലമുകളിലിരുന്ന് ചിന്തിച്ചു, താൻ എന്തിന് തൻ്റെ സൃഷ്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ച് മലമുകളിൽ ഇങ്ങനെ വെറുതെയിരിക്കണം. അതേസമയം താഴെ ഭൂമിയിലുള്ള മനുഷ്യൻ, സമതലത്തിലുള്ള മനുഷ്യൻ ചിന്തിച്ചു, ദൈവം തന്നെ സൃഷ്ടിച്ച് മലമുകളിൽ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ തനിക്ക് പൂർണ്ണതയില്ല, മലമുകളിലേക്ക് കയറി ചെല്ലണം, അവിടെ തൻ്റെ സൃഷ്ടാവിനോട് ഒത്തായിരിക്കണം. അവൻ്റെ ആഗ്രഹം അവൻ്റെ മനസ്സിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അതിനു വേണ്ടിയുള്ള ത്വര അവനെ കാർന്നു തിന്നാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ദൈവത്തെ അന്വേഷിച്ച് മലമുകളിലേക്ക് യാത്രയായി. അതേസമയം തൻ്റെ സൃഷ്ടിയോടുകൂടെ ആയിരിക്കുവാനുള്ള വലിയ ആഗ്രഹത്താൽ ദൈവം ആകാശം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഭൂമിയിൽ മനുഷ്യരോടൊത്ത് ആയി, ഇമ്മാനുവേലായി, നമ്മിൽ ഒരുവനായി. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലൂടെയുള്ള യാത്ര ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി, അവൻ നമ്മോട് കൂടെയുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയാണ് ഈ ക്രിസ്മസ് രാവിൽ ഈശോ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുന്നതോടുകൂടി വലിയ ഒരു സന്ദേശം നമുക്ക് അരുളി ചെയ്യുന്നത്. അവനെ കാണാനുള്ള കണ്ണുകൾ തുറക്കണമെന്ന് മാത്രം. നമ്മുടെ ജനലുകളും വാതിലുകളും അടച്ചിട്ടുകൊണ്ട് നമ്മൾ ഇരുട്ടാണ് എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ ജനലുകളും വാതിലുകളും തുറന്നിട്ടുകൊണ്ട് പ്രകാശം നമ്മുടെ അടുത്തു തന്നെയുണ്ട് എന്ന് കാണാൻ കണ്ണുകൾ തുറക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രകാശമായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? താഴെയുള്ള വലിയ മരം അത് ആൽമരമാണോ മാവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രകാശമായി എന്ന് തിരിച്ചറിയാം എന്ന് ശിഷ്യൻ മറുപടി പറഞ്ഞു. ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. ഗുരു വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് പ്രകാശമായി അല്ലെങ്കിൽ പ്രഭാതമായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഈ തവണ ശിഷ്യൻ പറഞ്ഞു, താഴെ നിന്ന് കയറി വരുന്നത് ഒരു മനുഷ്യനാണോ ഒരു മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രഭാതമായി അല്ലെങ്കിൽ പ്രകാശമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. ഗുരു വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് പ്രകാശമായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഈ തവണ കണ്ടമിടറിക്കൊണ്ട് ശിഷ്യൻ പറഞ്ഞു, താഴെ നിന്ന് കയറി വരുന്നത് എൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രഭാതമായി എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ തവണ ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞു. പ്രഭാതമാകുന്നത്, പ്രകാശമാകുന്നത് അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എന്നോടൊത്ത് വസിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ എൻ്റേത് അപരനുമായി പങ്കുവെക്കേണ്ട കടമയും ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമ്പോഴാണ്. ഈ ക്രിസ്തുമസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നതും അതിലേക്ക് തന്നെ. ക്രിസ്തു, ഉണ്ണീശോ,
നമ്മുടെ ചുറ്റുപാടും എവിടെയൊക്കെയോ അലയുന്നുണ്ട്. വീടുകളില്ലാതെ, അല്ലെങ്കിൽ യഥാർത്ഥ സംരക്ഷണമില്ലാതെ, യഥാർത്ഥമായിട്ടുള്ള ഒന്നും നേടാനായിട്ട് അവന് സാധിക്കാതെ പാവപ്പെട്ടവരിൽ ഒരുവനായി അവനെവിടെയോ അലയുന്നുണ്ട്. അവനെ കാണാൻ കണ്ണു തുറക്കുക എന്നതാണ് ക്രിസ്തുമസ് നമ്മളോട് അരുളി ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യാവതാരം നമ്മളോട് അരുളി ചെയ്യുന്ന ഏറ്റവും വലിയ സന്ദേശം. വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യാളൻ പഠനം നടത്തിക്കൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ക്രിസ്തുവിന് ഭൂമിയിൽ വന്ന് പിറക്കാനാകാതെ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ? ആ പഠനത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: മറ്റ് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ. മനുഷ്യൻ തൻ്റെ പാപത്തിൻ്റെ അധപതനത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ഇതല്ലാതെ അവന് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. നമ്മോട് കൂടിയാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. നമ്മോട് കൂടി ആയാലേ അവന് നമ്മെ രക്ഷിക്കാനാകുകയുള്ളൂ എന്ന് അവൻ അറിഞ്ഞിരുന്നു. അതെ, നമ്മോട് കൂടിയായി നമ്മൾ നാശത്തിലേക്ക് പോകുന്ന വഴികളിൽ നിന്ന് നമ്മെ നന്മയിലേക്കും കൃപയിലേക്കും നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഭൂമിയിൽ വന്ന് പിറന്നത്. അവൻ വളരെ വിദൂരത്തോ മറ്റെവിടെയെങ്കിലുമോ അല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, എന്തിനേറെ നമ്മുടെ അയൽവക്കങ്ങളിൽ അവനുണ്ട്. അവനെ കാണാൻ, അവനെ തിരിച്ചറിയാൻ ഈ ക്രിസ്തുമസ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.